എന്തൊട്ട് ഇഷ്ടം ഇങ്ങോട്ട് മാറി. അങ്ങനെ ഐശ്വര്യമായിട്ട് തുടങ്ങി അല്ലേ ജോർജ്? കലക്കല്ലേ? അപ്പോഴേ അടുത്ത മരുന്ന് നിങ്ങൾ തൊടുക്കും. ഞാൻ ഇവർക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കട്ടെ. ഓക്കെ, ആളൊറ്റയ്ക്ക് പഠിക്കാനുള്ള പരിപാടി കേട്ടാ. പണിയെടുക്കൂല ചീപ്പായിണ്ട് കേട്ടാ. ബ്ലൈൻഡ് ലുക്ക് വെക്കണ്ട. ജോർജ് പച്ച പൊരിക്കൂട്ടാ. ഒരിക്കട്ടാ നല്ല ഉഗ്രം ബ്ലൈൻഡ് ലുക്കല്ല. എന്നാ എന്റെ അപ്പനോട് തൊട്ടാ. നിന്റെ അപ്പന് വേണം. ഈ മരങ്ങൾ ഇവിടെ വളർന്ന് പന്തലിച്ച് തണലേക്കുക എന്നുള്ളവർക്ക് മാത്രല്ല, ഇവിടെ വരാൻ പോണ തലമുറയ്ക്കും കൂടിയിട്ടാണ്. അതാണ് ഗാന്ധിജി കണ്ട സ്വപ്നം, ഗാന്ധിജി വിഭാവനം ചെയ്ത ഇന്ത്യ. നമ്മളെ കൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്തോട്ടാ. ഈ ജോർജിന്റെ ഒക്കെ പ്രവർത്തനങ്ങളെ സഹിക്കൂല, അത്ര ഭയങ്കരാണ്. 100 വൃക്ഷങ്ങൾ നടുന്നേലല്ല കാര്യം, അതിനു വേണ്ടി 100 കുഴികൾ ജോർജും കൂട്ടരും കുഴിച്ചു എന്നുള്ളതിലാണ്. വിയർപ്പൊലിച്ച അധ്വാന നമ്മളിവിടെ കണ്ടത്. നാടിന്റെ നന്മ അത്ര നമ്മൾ ഉദ്ദേശമുള്ളൂ കേട്ടോ. അതുകൊണ്ട് അവന് കുറച്ച് കഞ്ഞും കൂടി എടുത്തു കൊടുത്തേടി. എന്നാലും ജോർജ് ഇത്രയും കുഴിയൊക്കെ വെട്ടിയിട്ട് കുഴമ്പ് വല്ലതും ഇട്ട് തടവണോ? എന്തുട്ടാണ് അമ്മച്ചി, ഇതൊക്കെ കാര്യമില്ലാത്ത കാര്യങ്ങളല്ലേ? ജോർജ് ചാൻ ഇതൊക്കെ ചെയ്തിട്ട് എന്തിട്ട് ഗുണം കിട്ടാനാ? അതന്നെയാണ് പ്രശ്നം അമ്മച്ചി. എല്ലാവരും എഞ്ചിനീയറും ഡോക്ടറും പള്ളിയിലച്ഛനൊക്കെ ആവാൻ പോയി കഴിഞ്ഞാ ഈ നാടിന് വേണ്ടി, ഈ നാടിന്റെ ഫ്യൂച്ചറിന് വേണ്ടി തിങ്ക് ചെയ്യാൻ ആരാ ഉള്ളത്? ഭാവി തലമുറയ്ക്ക് വേണ്ടി ഈ ഭൂമി കാത്തു സൂക്ഷിക്കാൻ ആരെങ്കിലും വേണ്ടേന്ന്? നീ എന്തുട്ട ഇങ്ങനെ ഇരിക്കണേ? എന്റെ സംഭവങ്ങൾ കണ്ടിട്ട് ബോധം പോയാ? സംഭവങ്ങൾ ഇനി പുറകെ ചടപടന്ന് വരാൻ പോണുള്ളൂ. നിന്റെ അപ്പനിതൊന്ന് കണ്ടാ മതിയായിരുന്നു. ചാനലേറെ ഇന്ന് CD വാങ്ങിച്ച് വച്ചണ്ട അമ്മച്ചി. അച്ഛൻ നല്ല മൂഡിലിരിക്കുമ്പോ അമ്മ ചോദ്യത്തില് കാണിച്ചു കൊടുത്തോളൂട്ടാ. ആളെ ഹാപ്പി ആയിക്കോട്ടെന്ന്. അച്ഛനെത്തില്ലോ. ഞാൻ ലേശം വെയിറ്റ് ഇടൂട്ടാ. 100 ആയുസ. അച്ഛനല്ലേ പറയാറ് ഇവൻ ഒന്നിനും കൊള്ളാത്തവനാന്ന്. ഇവൻ ചെയ്ത കാര്യങ്ങൾ അച്ഛൻ കണ്ട? ഞാൻ കണ്ടില്ല, പക്ഷെ കണ്ടോര് വന്നുണ്ട്. കേറി വരണം. സംഭവങ്ങൾ ചടപടാന്ന് പറ വരണുണ്ടല്ലേ. നമസ്കാരം അച്ചോ. ഇത് സ്ഥലമേ പരിചയം ഉണ്ടാവില്ലല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഇടക്കിടക്കല്ല, ഡെയിലി കാണും. ഇത് കൃഷി വകുപ്പിന് നമസ്കാരമുണ്ട്. ഇത് ടെലിഫോൺസ് നമസ്കാരമുണ്ട്. ഈ മരങ്ങൾ നടുന്നൊക്കെ നല്ലതാ, പക്ഷെ അത് സ്വന്തമായിട്ട് കുഴിയെടുത്ത് വേണം നടാൻ. അല്ലാണ്ട് ടെലിഫോൺസുകാർ കുഴിയെടുത്ത സ്ഥലത്തല്ല നടേണ്ടത്. പിന്നെ നട്ടത് തണൽ മരമൊന്നുമല്ല, കൃഷി വകുപ്പിൽ നിന്ന് വീടുകളിലേക്ക് വിതരണം ചെയ്യാൻ വെച്ച കറിവേപ്പാണ്. എടാ പള്ള, ഇത് തണൽ മരത്തേന്നല്ലടാ. നല്ല ഒന്നര അക്വേഷനത്. അക്വേഷന് പക്ഷെ കറിവേപ്പിലാണ് മണുണ്ടെന്നൊരു ഡൗട്ട്. അക്വേഷന്ന് അപ്പൊ അത് കറിവേപ്പായിരുന്ന അവന്റെ അമ്മൂമ്മയുടെ അക്വേഷ്യ. ജോർജ്, കൃഷി ഓഫീസിലെ മൊത്തം തൈകളും തിരിച്ചേൽപ്പിക്കണം. മണ്ണിട്ട് മൂടിയ കുഴി പഴയ കുഴിയാക്കണം. കുഴി പഴയ കുഴി കുഴി പഴയ കുഴി. ജോർജ് തെറ്റിക്കല്ലേ, അവരുടെ കുഴി അവർക്ക് തിരിച്ചു കൊടുക്കണം. ഫാദർ ഇടപെട്ടോണ്ട, അല്ലെങ്കിൽ നിന്റെ നെഞ്ചത്ത് ഞാൻ കുഴിയെടുത്ത് തന്നെ. ഹൈ, എല്ലാം എന്റെ നെഞ്ചത്തേക്കാണല്ലോ പുണ്യാളാ. ആള് ഫുള്ള് തറച്ചു നിക്ക. ഇനിയിപ്പോ ഇവിടെ എന്തൊട്ട് പറയാനാ? അപ്പൊ എന്റെ ഫ്രണ്ട്സാ